ഹായ് ചങ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഇന്ന് ഇലക്ഷൻ ഡേ ആയിട്ട് എല്ലാവരും വോട്ടൊക്കെ ഇട്ടാ? ഞാനും വോട്ടൊക്കെ ഇട്ട് ഇന്ന് രാവിലെ വോട്ടിടാൻ പോയത്. 9:30 സമയത്താണ്. ഇവിടെ ഒരാൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡിയായി നിന്നപ്പോൾ ഞാനും റെഡിയായി വരുന്നുണ്ട്, നമുക്കിപ്പം തന്നെ പോയി വോട്ടിടാമെന്ന്. രാവിലെ 7 മണിക്ക് നിന്ന് പോയി വോട്ടിടാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ 7 മണിക്ക് നമ്മൾ രാവിലെ നേരം കിടന്ന് ഉറങ്ങണ്ടേ? അവധി ദിവസം കിട്ടുമ്പോഴല്ലേ നമുക്ക് കുറച്ച് സമയം കിടന്ന് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് 9:30 പോയത്. അങ്ങനെ അമ്പലത്തിലും കയറി തൊഴുത്, ഞങ്ങളുടെ ഈ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ കയറി തൊഴുത് കുറച്ച് സമയം അവിടെ ഇരുന്ന്, എന്നിട്ട് നേരെ അവിടെ വോട്ടിടാൻ ചെന്നപ്പം ഒറ്റ ആളുകളും ഇല്ല. എൻ്റെ മുമ്പിൽ ഒരു ലേഡി മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ വോട്ട് വിട്ട് തിരിച്ചിറങ്ങി. എന്നിട്ട് അപ്പോഴേ ഇനി പോരുന്ന് ഇവിടെ വന്ന്. ഇതാ എൻ്റെ ഇന്നത്തെ വോട്ടിൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവരും ഇനി ഈ 1 മാസം കാത്തിരിക്കുന്നതാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളെക്കാട്ടിലും ത്രില്ലടിച്ച് നമ്മളിതിൻ്റെ റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ വിഷമം പറയേണ്ടതില്ല. എല്ലാവർക്കും അവരെ മനസ്സിനകത്ത് ഒരു നെഞ്ചെടുപ്പായിരിക്കും. ഞാനാണെന്ന് ഒരു വട്ടം ഇന്ന പാർട്ടി ജയിച്ചാൽ, ഞങ്ങളുടെ സ്ഥലത്ത് മുമ്പ് ഞങ്ങളുടെ ചാത്തന്നൂരൊക്കെ അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം ഇടത് ജയിച്ചാൽ അടുത്ത പ്രാവശ്യം വലത് ജയിക്കുക, അങ്ങനെയായിരുന്നു എല്ലാ പ്രാവശ്യവും. കാരണം അങ്ങനെ കരുതിയിരിക്കുക, അല്ലാതെ പാർട്ടിയൊന്നും നോക്കിയല്ല, വ്യക്തികൾ നിൽക്കുമ്പോൾ അവരെ നോക്കി അങ്ങ് വോട്ടിടുമായിരുന്നു. നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ അവിടെയൊക്കെ അങ്ങനെ ആയിരുന്നു. കൂടുതൽ ആ പത്മരായ സാറൊക്കെ മുമ്പ് നിന്നിട്ടുള്ളപ്പോഴൊക്കെ ജയിക്കുമായിരുന്നു. അങ്ങനെ തോറ്റിട്ടുമുണ്ട്. അങ്ങനെ അന്നേരം പാർട്ടിയല്ല, ആളുകൾ ഇപ്രാവശ്യം ഇവർ ജയിക്കുമ്പം അവരെ കുറേ കുറ്റവും പറഞ്ഞ് അടുത്ത പാർട്ടിക്കാർ ജയിപ്പിച്ച് വിടും. അന്നേരമോ അവർ ജനങ്ങളുടെ വിഷമങ്ങൾ തീരത്തില്ല. അപ്പോഴും ആ പാർട്ടിക്കാരൊക്കെ കുറ്റം. അങ്ങനെ ഇങ്ങനെ സ്ഥിരം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഏത് പാർട്ടിക്കാർ കയറിയാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവരതെല്ലാം ചെയ്യും. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. അന്നേരം നമ്മൾ ഈ പാവപ്പെട്ട പൊതുജനങ്ങൾ എന്തോ ചെയ്യും? അവർ പറയും, ഇവരിയ്ക്കുന്നത് കുഴപ്പം, ഇവരുടെ കയ്യിലെ പിടിപ്പുകേടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് വിചാരിച്ചിട്ട് പാവം ഇവരെ തഴഞ്ഞ് അടുത്ത ടീമുകൾക്ക് വോട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു പാർട്ടിയൊന്നും പറഞ്ഞല്ല, എല്ലാവർക്കും നമ്മളുടെ സപ്പോർട്ടാണ്. അപ്പോൾ കാരണം ഈ നിൽക്കുന്ന പലരും നമ്മുടെ അറിയാവുന്ന ഏറ്റവും അടുത്ത ആളുകളാണ്. അന്നേരത്തേന് നമുക്ക് ഇവരെല്ലാം പ്രിയപ്പെട്ടവരാണ്. അപ്പം എന്നാലും ജയിക്കുന്ന ആരെങ്കിലും ഒരു പാർട്ടിയെ ജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നേറണം, അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല നാടിന് വേണ്ടി നല്ലത് ചെയ്യാനായിട്ടേ ഇരിക്കുന്ന. പക്ഷേ ഒന്നും ചില കാര്യങ്ങളൊന്നും ആരെക്കൊണ്ട് നടക്കത്തില്ല. അന്നേരം നമ്മൾ തള്ളി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെയാണ് വിഷയങ്ങൾ. എന്തിനും ഫണ്ട് വേണം. ഫണ്ടുണ്ടെങ്കിലേ എന്ത് കാര്യവും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഷോർട്ടേജ് വരുമ്പം ചില കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിന് നമ്മൾ ആരെയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ കഷ്ടകാലമൊന്നും മാത്രമേ വിചാരിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ ചോറൊക്കെ വെച്ച്, അടുപ്പിലൊക്കെ ചോറൊക്കെ വെച്ച്, വീട്ടിൽ കുറച്ച് കപ്പയൊക്കെ വെച്ച്, പിന്നെ മീൻകറിയൊക്കെ വെച്ച്, പുളിശ്ശേരിയൊക്കെ വെച്ച്, ഇതൊക്കെ വെച്ച് ഈ വോട്ടിടാൻ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. അപ്പോഴേ യൂട്യൂബിൽ എൻ്റെ കൂട്ടുകാരുടെ പല വീഡിയോസും ഒക്കെ കണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഇന്ന് എങ്ങും പോയില്ല. എനിക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. പക്ഷേ ഞാൻ പോയില്ല. കാരണം അങ്ങ് മടിച്ച് വൈകിട്ട്. പിന്നെ കുറച്ച് പുറത്ത് ഈ മുറ്റത്ത് തന്നെ കുറച്ച് സമയം നടന്ന്, എന്നിട്ട് മടിച്ചിഞ്ഞ് കയറിപ്പോയിരുന്നു. കാരണം ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അത് കാരണം പോയില്ല. അങ്ങനെ രാവിലെ ഈ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ പോയതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാ ചങ്കുകൾ വോട്ടൊക്കെ ഇട്ടല്ല, എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഞാൻ വോട്ടിട്ട പാർട്ടിയായിരിക്കും ജയിക്കുന്നതെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ വോട്ടൊക്കെ ഇട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും മുനയിൽ നിൽക്കുകയാണ്. ഇനി ആരാണ് ജയിക്കുന്നത്? അയ്യോ, നമ്മളെ ഇവിടെ നിൽക്കുന്നത് പിന്നെ
ഏറ്റവും നമുക്കറിയാവുന്നതും നമുക്ക് നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാത്ത. എല്ലാവരും ജയിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ അല്ലാതെ എന്തുവാ, എല്ലാവർക്കും ഓരോ അവസരങ്ങൾ കിട്ടട്ടെ, എല്ലാവർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അങ്ങനെ ഇന്നത്തെ ഞാൻ എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. കാരണമെന്ന് വെച്ചാൽ എനിക്ക് അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവിടെ വോട്ടില്ല, ഇവിടെ വോട്ടില്ല. എന്നെ അവിടെ ഇല്ലാതായി, ഇവിടെ ഇല്ലാതായി, അങ്ങനെ ഒരു രക്ഷയില്ല, വോട്ടിടാൻ ഒരു രക്ഷയില്ലാതെ അങ്ങനെ നടന്ന സമയത്താണ് എല്ലാം ഓൺലൈനിൽ ആക്കിയത്. അങ്ങനെ ഇപ്രാവശ്യം ഇവിടെ ഒരാൾ പോയി ഞങ്ങൾക്ക് 3 പേർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിലാക്കി. അങ്ങനെ കഴിഞ്ഞ വോട്ട് വിട്ട്, പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ട് വിട്ട്, അങ്ങനെ ഞാൻ വലിയ ഗമയിലാണെന്ന് വോട്ടിടാൻ പോയത്. അയ്യോ, വോട്ടിടാൻ അവിടെ ചെന്നപ്പം കാണാൻ ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു സാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നമ്മുടെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടുള്ളൊരു സാറാണ് ഉണ്ടായിരുന്നത്. അന്നേരം അതൊരു വളരെ സർപ്രൈസായിപ്പോയി. അങ്ങനെ നിയമസഭയിലേക്ക് എത്രയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എനിക്കങ്ങ് വോട്ടിട്ടോളാൻ വയ്യ, വോട്ടിട്ടോളാൻ വയ്യാതങ്ങ് ആഗ്രഹിച്ച് അവസാനം ഞാൻ ഇന്ന് അങ്ങനെ വോട്ടിട്ട് ഹാപ്പിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരും എന്തു പറയുന്നു, എല്ലാവരും വോട്ടൊക്കെ ഇട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു വോട്ട് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പം കാണാൻ നീണ്ട ഒരു ക്യൂ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് ആ സ്കൂളിൽ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെ ഭരണിക്കാവ് UPS സ്കൂളിലാണ്. സ്കൂളിനകത്ത് കയറിയപ്പോൾ എനിക്കൊരാഗ്രഹം, ഒന്നും കൂടെ ഒക്കെ ഇരുന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന്. നമുക്കിനി ഇരുന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. പണ്ടൊക്കെ സ്കൂളിൽ പോയിരുന്ന് പഠിക്കുന്ന ആ ചിന്ത വന്ന് കൊച്ചുനാളിലിരുന്ന് പഠിച്ച ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഞങ്ങൾ പഠിച്ചത് ചാത്തന്നൂർ സ്കൂളിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് പഴയകാല ഓർമ്മകളെല്ലാം കൂടുതലും വരുന്നത്. എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം നല്ല സാറന്മാർ. ചിലരെയൊന്നും നമുക്കത്ര പിടുത്തമല്ല. ചില സാറന്മാരെ അങ്ങ് ചങ്കിനകത്ത് അങ്ങ് പതിക്കുക, അത്രയ്ക്ക് സ്നേഹമായിരിക്കും. ജീവൻ്റെ ജീവനാണ് ചില സാറന്മാർ അങ്ങനെയൊന്നും അല്ല, തള്ളി പറയാനും വയ്യ. അങ്ങനെ സ്ഥിതി അങ്ങനെയാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ പൊന്ന് ചങ്കുകളെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വേറെ ഒരു വിശേഷവും ഇല്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ഒരു പ്രഭാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ടാറ്റാ.